നമസ്കാരം. ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ മാസത്തിലെ പെൻഷനായ 1600 രൂപ എന്നാണ് ലഭിക്കുക? അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസുകൾ കാണുന്നുണ്ട് ഇനി പെൻഷൻ 1750 രൂപയായിരിക്കുമെന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? 1600 രൂപയ്ക്ക് പകരം ഇനി എന്നാണ് 1750 രൂപ ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷനെ കുറിച്ചാണ്. പെൻഷൻ വർധനവിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ 2 വർഷത്തോളമായി 1600 രൂപ മാത്രമാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തോളമായി തന്നെ എല്ലാ മാസവും ലഭിക്കുന്നുമുണ്ട്. ഇനി എന്ന് മുതലാണ് പെൻഷൻ വർധന ഉണ്ടായിരിക്കുക? 1750 രൂപയോ 1800 രൂപയോ എന്നാണ് ലഭിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനുശേഷം 2 മാസങ്ങൾക്കപ്പുറം നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തന്നെ ഇനി എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ കൊടുക്കുക, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപയ്ക്ക് പകരം 1750 രൂപയാക്കുക എന്നീ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 1750 രൂപയോ 1800 രൂപയോ ആയിരിക്കും പെൻഷൻ ലഭിക്കുക. പക്ഷേ ഇത് എന്ന് മുതലാണ് കൂടുക എന്നിപ്പോൾ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ അറിയിപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ നമ്മളിത് പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് പെൻഷൻ വർധനവ് എപ്പോൾ വേണമെങ്കിലും നടപ്പാക്കാം, അതിന് ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല, സർക്കാരിന് നയപരമായ തീരുമാനമെടുത്താൽ മതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകളുണ്ടായിരിക്കും. പക്ഷേ ഇതുവരേക്കും, ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം വരേക്കും ഇതിന് യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായ അറിയിപ്പുകളും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയമാണ് പെൻഷൻ. ജൂലൈ മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 മാസങ്ങളിലായെല്ലാം പെൻഷൻ ലഭിക്കുന്നത് നമുക്ക് 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ്. ആ ദിവസങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴും പെൻഷൻ ലഭിക്കുക. എന്നാണ് ലഭിക്കുക എന്ന് കറക്റ്റായി തന്നെ സർക്കാർ ഇപ്പോൾ അതും അറിയിച്ചിട്ടില്ല. ഏതായാലും 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പെൻഷൻ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ സന്തോഷ വാർത്തയുണ്ട്. അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ചെയ്യുന്നുമുണ്ട്. ഏതായാലും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും